കൊടകര കുഴൽപ്പണക്കേസിൽ തിരൂർ സതീഷിന്റെ മൊഴിയിൽ കഴമ്പുണ്ടെന്ന് കാട്ടി ഇരിങ്ങാലക്കുട കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നു. തിരൂർ സതീഷിന്റെ ആരോപണങ്ങൾ കഴമ്പുള്ളതാണെന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. അതേസമയം കൊടകര കുഴൽപ്പണക്കേസിൽ ഇ.ഡി. നിഷ്പക്ഷമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കൊടകര കുഴൽപ്പണക്കേസിൽ ബി.ജെ.പിക്ക് പങ്കില്ലെന്ന ഇ.ഡിയുടെ കുറ്റപത്രം വലിയ വിവാദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനിടെ തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ടെന്ന് കാട്ടി പ്രത്യേക അന്വേഷണ സംഘം തുടരന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരൂർ സതീഷിന്റെ ആരോപണങ്ങൾ അതീവ ഗൗരവതരം എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇ.ഡി, ഇൻകം ടാക്സ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവർക്കും പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണെങ്കിലും പോലീസിന് അന്വേഷണത്തിന് നിയമതടസ്സമുള്ളതിനാൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാൻ തിരൂർ സതീഷിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. അതനുസരിച്ച് തിരൂർ സതീഷ് തൃശൂർ കോടതിയിൽ അന്യായം ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഇ.ഡിയെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. ഇ.ഡി അതിന്റെ വിശ്വാസ്യത മുഴുവൻ തകർത്തു ഈ റിപ്പോർട്ടിലൂടെ. ഇ.ഡി രാഷ്ട്രീയമായി നിഷ്പക്ഷമല്ലാതെ പെരുമാറുന്ന ഒരു സംവിധാനമാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്തു. കാരണം ഇപ്പോൾ ധർമ്മരാജൻ കൊണ്ടുവന്ന പൈസയാണെന്നാണ് പറയുന്നത്. നേരത്തെ പോലീസ് റിപ്പോർട്ടിൽ കണ്ട ഒരു കാര്യങ്ങളും ഇല്ല. ക്ലീനായിട്ട് ദേശീയ തലത്തിലുള്ള ഭരണകക്ഷിയെ അതിൻ്റെ നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ് ഇ.ഡി. ബാക്കിയുള്ളവരുടെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടുന്ന ഇ.ഡി ക്ലീനായിട്ട് കേരളത്തിലെ ബി.ജെ.പി നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ്. കൊടകര കുഴൽപ്പണക്കേസ് CPM-ഉം ബി.ജെ.പിയും തമ്മിൽ ഒത്തുതീർപ്പാക്കിയെന്ന് കെ മുരളീധരനും ആരോപിച്ചു. തിരൂർ സതീഷ് നൽകിയ സ്വകാര്യ അന്യായത്തിൽ അനുകൂല വിധി ഉണ്ടായാൽ കൊടകര കുഴൽപ്പണക്കേസിലെ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് വഴിയൊരുങ്ങുമെന്നാണ് വിലയിരുത്തൽ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.